വയനാട്ടിൽ ഉരുളെടുത്തവർക്കായുള്ള ജനകീയ തിരച്ചിൽ പൂർത്തിയായി. മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. മുണ്ടക്കൈയിലും ചൂരൽമലയിലെയും സ്കൂൾ റോഡിലെയും തിരച്ചിൽ പൂർത്തിയായവർ പ്രദേശത്ത് നിന്ന് ഇറങ്ങിത്തുടങ്ങി. 2000-ലേറെ പേരാണ് ഇന്നത്തെ പരിശോധനയിൽ ഭാഗമായത്. സൂചിപ്പാറ മേഖലയിൽ നിന്ന് 3 ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി. 130 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ്, ഈ സ്കൂൾ റോഡ് ഭാഗത്തൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമായിരുന്നു അല്ലേ? മാത്രമല്ല, ഈ ക്യാമ്പിൽ നിന്നൊക്കെ ഈ ദുരന്തം ബാധിച്ച ഒരുപാട് ആളുകൾ ആ പ്രദേശത്ത് എത്തുന്നുണ്ടായിരുന്നു. അവരൊക്കെ മടങ്ങിയോ? റോഷ്നി, അല്പസമയം മുൻപ് വലിയ മഴയായിരുന്നു ഈ പ്രദേശത്ത്. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എല്ലാ അലർട്ടൊക്കെ തന്നെ നൽകിയ ദിവസമായിരുന്നു. രാവിലെ മുതൽ തന്നെ 2000-ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ കയറി. അവരെല്ലാവരും തന്നെ ഇപ്പോൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളും മുണ്ടക്കൈ ഭാഗത്തു നിന്ന് അക്കരെ കുന്നു വഴി ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ മേഖലയിലുള്ള ബന്ധുക്കളും ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് വന്നു പോകുന്നുണ്ട്. എനിക്കൊപ്പം 2 പേരെ കാണാം. എൻ്റെ ഇടതുവശം നിൽക്കുന്നത് ഷൈജിലാണ്, 23 വയസ്സ്. ഈ ഷൈജൽ ഈ ദുരന്ത രാത്രിയിൽ കിടന്നുറങ്ങിയ വീടിന്റെ ബെഡ്റൂമിന്റെ മുകളിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നത്. അദ്ദേഹം ഇവിടെ കിടന്നുറങ്ങിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത്. ആ വീടിന്റെ അടുക്കളയുടെ ഒരു ഭാഗം മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് 3 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ജീപ്പ്, ഒരു കാറ്, ഒരു ഓട്ടോറിക്ഷ. അതിൽ ജീപ്പിന്റെ പൊടി പോലും ഇവിടെ കാണാനില്ലെന്നാണ് ഷൈജൽ പറയുന്നത്. അദ്ദേഹം ജീപ്പ് ഓടിച്ചാണ് ഉപജീവന മാർഗം കഴിഞ്ഞിരുന്നത്. 900 കണ്ടിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ആളായിരുന്നു. ഓട്ടോറിക്ഷ ഇദ്ദേഹത്തിന്റെ ഉപ്പ ഓടിക്കുമായിരുന്നു. കാറുണ്ടായിരുന്നു. പക്ഷേ ഈ വീട് പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു. ഷൈജലാണ് ചേരുന്നത്. അന്ന് വീട്ടിലുണ്ടായിരുന്നൊക്കെ രക്ഷപ്പെട്ടോ? എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലെ ഉപ്പ, ഉമ്മ, പെങ്ങള്, അളിയൻ ഇവരാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഞാനായിരുന്നു പുറത്തത്തെ റൂമായിട്ടാണ് എൻ്റെ വരുന്നുണ്ടായത്. അതെ, നമ്മൾ നിൽക്കുന്ന ഇവിടെ ആയിട്ടായിരുന്നു എൻ്റെ റൂം ഉണ്ടായത്. അപ്പോൾ ഏകദേശം സമയമായപ്പോൾ ഒരു സൗണ്ട് കേട്ട് ഞാൻ നീച്ചതും എൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തായിരുന്നു എൻ്റെ ജനാലും ഇതൊക്കെ വരുന്നത്. ഫസ്റ്റ് തന്നെ ആ ജനാലും കാര്യങ്ങളും അടിച്ചു പോയി. അപ്പോൾ പിന്നെ കാണുന്ന മൊത്തം അങ്ങനെ ഒഴുകി പോകുന്നതൊക്കെയാണ്. അപ്പം തന്നെ ആകെ ഒന്ന് ഷോക്കായി പോയി. പിന്നെ ഞാനൊന്ന് പുറത്ത് കടക്കാൻ വെച്ച് നോക്കുമ്പോഴത്തേനും എല്ലാം കൂടി ഇടിഞ്ഞ് മേത്തുകൂടെ വീണു. അങ്ങനെ പിന്നെ ഈ ഒരു കൈ ദൈവം ആ സമയത്ത് എനിക്ക് തന്നത് തോന്നുന്നത് പുറത്തുണ്ടായത് ഈ കൈയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ടൈം എടുത്തെങ്കിലും പുറത്ത് ഞാൻ ഇറങ്ങി. എങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് ചാടിയപ്പോഴേക്കും ഉപ്പാനും ഉമ്മാനും എല്ലാവരും കണ്ടിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ഉപ്പാൻ്റെ അനിയൻ്റെ വീടാണ് ആ സൈഡിലേക്ക് മാറിയുന്നത്. സൈഡിലേക്ക് മാറി നിന്നപ്പോഴത്തേനും ഫുള്ളും ചീറലും എല്ലാവരും പറമ്പാണ്. ആ സൈഡിലേക്ക് കയറി, മേലേക്ക് കയറി. നടക്കാനൊന്നും വയ്യായിരുന്നു. കാലും ഇതൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ജീവന്റെ പപ്പളം കൊണ്ട് മേലെ കയറി കഴിച്ചിലായതാണ്. പിന്നെയാണ് 2ാമത്തെ പൊട്ടാണ് വ്യാപകമായിട്ട് എല്ലാവരും കുറെ ജീപ്പ് കാണുന്നില്ലെന്ന് പറഞ്ഞു. ജീപ്പ് ഇവിടെ ആയിട്ട് നമ്മൾ ഈ സൈഡിലായിട്ട് ജീപ്പ് നിർത്തിയിട്ടുണ്ടായത്. ജീപ്പ് ഉപ്പായുടെ ഓട്ടോറിക്ഷ, പിന്നെ അതേമാതിരി അളിയന്റെ കാറും അവനും വന്നിട്ടുണ്ടായിരുന്നു. മുണ്ടക്കായ് ഭാഗത്തായിരുന്നു. അവിടെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് വന്നതായിരുന്നു നമ്മളെ വീട്ടിലേക്ക്. അവന്റെ വണ്ടിയും നമ്മളൊന്നും 3 വണ്ടീന്റെ ഒരു അഡ്രസ് ഇല്ല നിലവിൽ. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തു. ആ സമയത്ത് പറഞ്ഞു മഴ പേടിയാണ്, കാരണം അത്രയധികം ഒരു ഭയന്നിരിക്കുകയാണ്. വലിയൊരു മഴയാണ് ഇപ്പൊ പെയ്തത്. മഴ കാണുമ്പോൾ ഇപ്പോൾ ഒരു പേടിയാണ്. ഇങ്ങോട്ട് വരാൻ തന്നെ മനസ്സുകൊണ്ട് പേടിയാണ്. അപ്പോൾ സാഹചര്യം ഇപ്പം അങ്ങനെ ആയതുകൊണ്ട് മാത്രം അങ്ങനെ വന്നു പോയതാണ്. ഇത് കാണാനുള്ള ഇടങ്ങേറ് പറ്റുന്നില്ല സഹിക്കാൻ. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഈ ചെറുപ്രായം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ വാഹനങ്ങളൊക്കെ. അത് 23 വയസ്സുള്ള ആ പ്രായത്തിനിടയിലാണ് 3 വാഹനം ഉണ്ടാക്കി സ്വന്തം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് ഇങ്ങനെ സംഭവിച്ചത്. മറ്റൊരു കാര്യം കൂടെ പറയും. ഇദ്ദേഹം നൗഷാദ് മകളുമായിട്ടുള്ള നിക്കാഹ് ഈ അപകടത്തിന് 2 ദിവസം പോലെ നടത്തിയത്. 2 ദിവസം മുൻപ് നിക്കാഹ് ചെയ്ത്. വ്യാഴാഴ്ചയായിരുന്നു നിക്കാഹ്. ഞായറാഴ്ച ഇത് സംഭവിച്ചു. ഞായറാഴ്ച 10 മണി വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വന്നു. ഇവിടെ വന്ന് 12 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, ഉപ്പച്ചിയെ ആനുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആന ഇവിടെ വരാറുള്ള സ്ഥലമാണോ? ആന അങ്ങനെ റയറായിട്ട് വരുന്ന സ്ഥലമാണ്. പക്ഷെ ആന ഉള്ളത് അപ്പുറത്തെ ഞങ്ങളെ സൈഡിലായിരുന്നു. അതുകൊണ്ട് ഒച്ച കേട്ട അങ്ങോട്ടേക്ക് പുറത്തിറങ്ങരുത് വന്നിട്ട് ഞങ്ങളെ ജീവൻ രക്ഷിക്കാൻ നോക്കിയവന്. പക്ഷെ ഒരു 1:40 ആകുമ്പോൾ എൻ്റെ മോള്, ഞാൻ പുറത്തെ റൂമിലാണ് കിടക്കണം, എൻ്റെ മോള് വന്നിട്ട് എൻ്റെ വാതിൽ ഇടിച്ചിട്ട് പറഞ്ഞു, ഉപ്പച്ചിയെ സ്കൂൾ റോട്ടിൽ ഉരുള് പൊട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോണ്ട മോനെ അവിടെ കിടന്നോ എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൻ വന്നു, അവൻ്റെ ഉപ്പയും ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന് പിന്നെ രാത്രി 10 മണി കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ പിന്നെ ഇതാണ് കേൾക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവന് ഇത് എന്താ പറയുക, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എൻ്റെ മോളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. ഞാൻ കൊടുത്ത സന്തോഷത്തോടുകൂടി കൊടുത്തതാണ്. കാരണം 23 വയസ്സായിട്ടുള്ളൂ. എൻ്റെ മോള് ഫൈനൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. നിക്കാഹ് ചെയ്തു എന്നുള്ളൂ. ഇപ്പോൾ കൊണ്ടുവരുന്നില്ല, പിന്നെ കൊണ്ടുവരാം, പഠിക്കട്ടെ, ഒരു ജോബ് എടുക്കട്ടെ എന്നുള്ളതാണ്. 23 വയസ്സിൽ നമ്മളൊന്നും സ്വപ്നം കാണാത്തത് കൊണ്ട് ചെയ്തതാണ്. ലോണാണെങ്കിലും ഒരു ജീവിക്കണം എന്നുള്ളൊരു തോന്നലുകൊണ്ട് ചെയ്തതാണ്. എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ
നമ്മളൊന്നും ചോദിച്ചിട്ടുള്ള ഒരു ശീലമില്ല. ഒന്ന് കൊടുക്കാൻ അത്രമാത്രമല്ല, എങ്കിലും കൊടുത്തിട്ട് നമ്മളെ ഈ നാട്ടിലൊരു ആംബുലൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കിയിരുന്നു. അതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു മാനസികാവസ്ഥയും പിന്നെ അവൻ്റെ ഒരു അവസ്ഥയും പിന്നെ ജീവനോടെ കിട്ടി, അതൊരു സന്തോഷം തന്നെയാണ്. അതിന് പഠിച്ചവൻ്റെ അടുത്ത് നന്ദി പറയാണ്. പക്ഷെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ഇദ്ദേഹത്തിന്റെ വരുമാന മാർഗമായിരുന്ന ജീപ്പ് നഷ്ടമായി. ജീപ്പിന് ലോൺ ഉണ്ടായിരുന്നോ? ലോൺ ഉണ്ടായിരുന്നു, ശ്രീരാമിലായിരുന്നു ലോൺ ഉണ്ടായത്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളും അവർ തന്നെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ നിലവിൽ ഇപ്പോൾ അപ്ഡേഷൻ പറയുന്നത് അവർ ഇനിയിപ്പോൾ ലോണ് എന്തായാലും ലോൺ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കിട്ടുന്ന ഇൻഷുറൻസ് അവർ തന്നെ ചെയ്തിട്ടുണ്ടായത്. ക്ലെയിം വന്നാൽ വണ്ടി കാണാത്തത് കൊണ്ട്, മിസ്സിങ് ആയതുകൊണ്ട് അതിന് കിട്ടുന്നത് അതിൽ ലോണിലേക്കായി മാറുന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേഷന്. വേറെ പൈസയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. കാരണം അത് അത്ര ആഗ്രഹിച്ചെടുത്ത വണ്ടിയായിരുന്നു. അന്ന് തന്നെ 8.5 ലക്ഷം രൂപേൻ്റെ അടുത്തായിരുന്നു ആ വണ്ടി. അപ്പോൾ കയ്യിലുള്ള പൈസ ഒരു 3 ലക്ഷം റുപ്യേൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി ബാക്കി ലോണ് ചെയ്തതായിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പശുവിനെ കണ്ടിരുന്നു. ആ പശു നിങ്ങളുടെ ആയിരുന്നോ? ഇല്ല. ഒരു പെറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പൂച്ച ഉണ്ടായിരുന്നു, പേഷ്യൻ കാറ്റ് ആയിരുന്നു. അപ്പം അതും നിലവിൽ നമുക്ക് എടുക്കാൻ അപ്പോഴത്തെ സാഹചര്യങ്ങളോട് പറ്റിയില്ല. നമ്മളെ ജീവൻ കൊണ്ട് ഓടുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മളൊരു വീഡിയോയിൽ കണ്ടിരുന്നു, അത് മിസ്സിങ് ആയിപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു വീഡിയോയിലായിട്ട് കണ്ടിരുന്നു ഒരാൾ. നമ്മളിപ്പോൾ എൻ്റെ അനിയൻ്റെ വീടാണ് ഈ കാണുന്ന, അവിടെ ആ വശത്തുനിന്ന് എടുക്കുന്ന ഒരു ഇതായിട്ട് കണ്ടിരുന്ന ഒരു വീഡിയോ. ഇപ്പം ഈ സ്ഥലം കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഇവിടെയൊക്കെ തന്നെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ? മനസ്സിലാവുന്നത് തന്നെ നമ്മളെ ഈ വീടിൻ്റെ ഒരു ബാക്കി അവശിഷ്ടമായ ഒരു അടുക്കള ഭാഗം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന ഏരിയയിലാണ് നിൽക്കുന്നത് വരെ എനിക്കിപ്പോൾ പിടുത്തം കിട്ടുന്നത്. കാരണം ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വീടും കാര്യങ്ങളുണ്ടായ ഏരിയയായിരുന്നു, ഒരുപാട് പറഞ്ഞു. റോഷ്നി, ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം മുഴുവൻ പാറക്കൂട്ടങ്ങളാണ്. നമ്മൾ നിൽക്കുന്നത് തന്നെ ഈ വീടിന്റെ ഷൈജിൽ കിടന്നുറങ്ങിയ ബെഡ്റൂമിന്റെ ആ തറയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഈ തറ കഴിഞ്ഞ് മിറ്റം ഉണ്ടായിരുന്നു. മിറ്റം കഴിഞ്ഞ് ഏകദേശം വലിയൊരു കെട്ടില്ലായിരുന്നോ? വലിയ ഒരു 2 മീറ്റർ ഹൈറ്റിൽ ഒരു റിട്ടേൺ വാൽവ് ഉണ്ടായിരുന്നു. പിന്നെ റോഡ്, പിന്നെയാണ് ആ കെട്ട് കഴിഞ്ഞിട്ടാണ് സ്കൂൾ റോഡ് ഉള്ളത്. അതും കഴിഞ്ഞും പിന്നെയും മീറ്ററുകളോളം കഴിഞ്ഞിട്ടാണ് ഈ പുന്നപ്പുഴ ഒഴുകിയിരുന്നത്. ഇപ്പോൾ എല്ലാം ഒരേപോലെ കിടക്കുകയാണ്. വലിയ പാറക്കൂട്ടങ്ങൾ ഒഴുകി വന്ന് എവിടെയാണ് വീടെന്ന് പോലും തിരിയാത്ത രീതിയിൽ കിടക്കുകയാണ്. ഈ ഷൈജൽ സ്വന്തം വീട് കണ്ടുപിടിച്ചത് ഈ അടുക്കള ഭാഗം ബാക്കി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വീടും പരിസരവും മനസ്സിലായിരിക്കുന്നത്. വേറെ എവിടെയും സ്വത്തോ സ്ഥലങ്ങളോ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ഇല്ല, നമുക്കുള്ളത് തന്നെയാണ്. 10 സെന്റാണ് ഇവിടെ ഉള്ളത്, ഉപ്പാന്റെ പേരിലാണുള്ളത്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. 10 സെന്റ് സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും ഈ അപകടത്തിൽ നഷ്ടമായിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്നലെ പ്രധാനമന്ത്രി വന്നു നിന്നത് ഇവിടെയാണ്. ഇദ്ദേഹത്തിന്റെ വീടിന് മുൻപിലാണ് പ്രധാനമന്ത്രി വന്നു നിന്ന് ഈ അപകടത്തിന്റെ തീവ്രത മനസ്സിലാക്കിയത്. അത് അറിഞ്ഞിരുന്നു പ്രധാനമന്ത്രി ഇവിടെ വന്നെന്ന് മനസ്സിലായിരുന്നു? ഞാൻ ഇന്നലെ TV കണ്ടിരുന്നു, ന്യൂസിൽ കണ്ടിരുന്നു. ആ സമയത്താണ് അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഉപ്പ കാണിച്ചെന്ന് വിളിച്ചിട്ട് വീട്ടിന്റെ അവിടെ ആണ് മോനെ നിൽക്കുന്ന കാണിച്ചത്. അപ്പോഴാണ് ഉപ്പയെ കണ്ട നമ്മളെ പ്രധാനമന്ത്രി നിൽക്കുന്നത് നമ്മളെ വീടിന്റെ മുന്നിലാണ് എന്നുള്ളത് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇവിടെ വെച്ചാണ് പ്രധാനമന്ത്രിക്ക് ADGP MR അജിത് കുമാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അപകടത്തിന്റെ വ്യാപ്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അതിൽ ഇത്ര ഏകദേശം ചൂരൽമല ടൗണിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ മിച്ചമില്ലേ ഇവിടേക്ക്? 1 കിലോമീറ്റർ. അത്രയും ദൂരം പ്രധാനമന്ത്രി ഇവിടെ എത്തി ഈ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇനി എന്തെന്നുള്ളൊരു ചോദ്യം ഇവർക്ക് മുൻപിലുണ്ട്. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? എവിടെയാ? ഉപ്പയും ക്യാമ്പിലാണ്. എനിക്ക് ഇപ്പൊ അപകടം പറ്റിയോണ്ട് മേത്തൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നെ കാണിച്ചിരുന്നു. ഈ ബെനിനൂരി ഇവര് കാണിച്ചു തന്നിരുന്നു. നല്ല പരിക്ക് പറ്റിയിരുന്നു. കാരണം ഒരു ബൈക്ക് വന്ന് ഇടിച്ചെന്ന് പറഞ്ഞില്ലേ ഇതിനിടയ്ക്ക്? അത് ഞാൻ ഈ ഇടിഞ്ഞ് വീണ് നീച്ചിട്ട് എങ്ങനെയൊക്കെയാണ് കഴിച്ചില്ല. എനിക്കൊരു 10 സെക്കൻഡ് കൂടി ഞാൻ ചളി മുങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ മരിച്ചിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ ഉള്ളി തങ്ങി ഞാൻ പുറത്ത് ചാടുമ്പോൾ എണീച്ച പാടും ഒരു ബൈക്കാണ് ഒലിച്ചു വന്ന് അടിച്ചത് ഈ കാലിലെ ഇവിടെയിലായിട്ട്. അതാണ് നടക്കാൻ പറ്റാതെ ആകെ ബുദ്ധിമുട്ടായത്. കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എന്നാ ഡിസ്ചാർജ് ആയതെന്നാ? അത് 2 ദിവസമായപ്പോൾ തന്നെ ഡിസ്ചാർജ് ആയി. ഇതൊക്കെ അവിടെ കാണിച്ചിട്ട് ആശുപത്രിയിലായിരുന്നു, കൽപ്പറ്റയിലായിരുന്നു. 2 ദിവസമായുള്ള ഡിസ്ചാർജ് ആയിട്ട്. ഇത് ഇങ്ങനെ ഇവിടെ വരുന്ന എല്ലാ ആളുകളും ഇതേ രീതിയിലുള്ള സങ്കടകരമായ കാഴ്ചകളാണ് പറയുന്നത്. നേരത്തെ ഞങ്ങൾ കുറെ ആളുകളെ ഇവിടെ കണ്ടിരുന്നു. അവർക്ക് വീട് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഭൂമി മുഴുവൻ തകർന്നു കിടക്കുകയാണ്. ഈ കരിങ്കല്ലെടുത്ത് വാരി വിദ്രയ പോലെയാണ് ഈ പ്രദേശത്ത് മുഴുവൻ കല്ലുകളുള്ളത്. വീടുകൾ എവിടെയാണ്, വീടിന് തറ പോലും ഇല്ലാത്ത ആളുകൾ കാണുന്നു. നേരത്തെ ഒരു 30 സെന്റ് സ്ഥലം ഉണ്ടായിരുന്ന ചേട്ടൻ വന്ന് പറയാണ് വീട് കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം നഷ്ടമായവർക്ക് സ്ഥലം കിട്ടുമോ എന്നൊക്കെ തന്നെ സംശയങ്ങൾ, അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. സ്ഥലം മാത്രം ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ തന്നെ പ്രയാസത്തിലായ നിരവധി ആളുകളെ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ കാണാൻ വേണ്ടി സാധിച്ചു. ഏതായാലും ഇന്നത്തെ ജനകീയ തിരച്ചിൽ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ആളുകളൊക്കെ തന്നെ ഇറങ്ങി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തിരച്ചിലൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ മുതൽ എങ്ങനെയായിരിക്കും തിരച്ചിൽ എന്ന കാര്യത്തിൽ മന്ത്രിസഭ ഉപസമിതിയിൽ ഒരു വിശദീകരണം ഉണ്ടാവുകയും ചെയ്യും. റോഷ്നി, ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ ജനകീയ തിരച്ചിൽ അവസാനിച്ചിരിക്കുകയാണ്. ക്യാമ്പിൽ നിന്നെത്തിയ മനുഷ്യരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.